ചിത്ര ചേച്ചിക്ക് ട്രാക്ക് പാടാൻ പോയി പിന്നണി ഗായികയാകാണ്. എങ്ങനെയായിരുന്നു ചേച്ചി ആ ഒരു അതാ എങ്ങനെ ചേച്ചി ഓർക്കുന്നത്? അതാ ഞാൻ പറഞ്ഞ, എനിക്ക് ഒന്നും അറിയാത്ത ഒരു കാലഘട്ടമാണത്. ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാരെ പോലും തിരിച്ചറിയില്ല എനിക്ക്. എൻ്റെ അപ്പച്ചനെ പോലെ ജുബയിട്ട ഒരാളാണ് രാഘവൻ മാഷ്. അപ്പൊ എൻ്റെ അപ്പച്ചൻ്റെ ഫീലിംഗ് ആണ് എനിക്ക്, അപ്പച്ചനോടുള്ളൊരു ഫീലിംഗ് ആണ്. പക്ഷെ ഈ മാഷാണ് ഇത്രയും പാട്ടുകൾ, നമ്മൾ ഗാനമേളയ്ക്കൊക്കെ തകർത്തു പാടുന്ന പാട്ടുകളാണ്. ഉണരു ഉണരു ഉണ്ണിപ്പൂവയൊക്കെ അതൊക്കെ ചെയ്ത ആളാണ് എന്ന് എനിക്ക് അറിയണ്ടേ. ശരിക്കും പറഞ്ഞ ഒരു പൊട്ടിപ്പെണ്ണ്. ഇപ്പോഴും ഞാൻ അത് ഞാൻ പിന്നെ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് എങ്ങനെ പറയുന്ന വിചാരിച്ചിട്ടാ. ഇപ്പോഴും അതിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ ഇരിക്കണതിലും ഒരു സുഖം. സത്യം ചേച്ചി, സത്യം. എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇത്രമേ ഇതിനപ്പുറത്തേക്ക് ഒരു ഡൗൺ ടു എർത്ത് എന്നൊക്കെ ആവാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. വിളിച്ചപ്പോഴും ചിരി, വന്നപ്പോഴും ചിരി. ഞങ്ങളിത് സെറ്റ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് വരെ ഇവിടെ ഒക്കെ ഇരിക്കുന്ന സാധനങ്ങൾ ഒരാളെടുത്തോണ്ട് വെച്ചതാണ്. ഞാനിത് ചേച്ചി എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എവിടെ. അല്ല, എന്നും അങ്ങനെ ആയിരിക്കട്ടെ ചേച്ചി, അതിനൊരു പ്രത്യേക സുഖമാണ്. ഇങ്ങനെ മനുഷ്യരാണ്, അതാണ് ഞാൻ. അങ്ങനെ തന്നെ മതി, ഒട്ടും മാറണ്ട. എനിക്കൊന്ന് 1984 10 വയസ്സിലാണ് ആദ്യത്തെ കാസറ്റിൽ പാടിയിറങ്ങുന്നത് അല്ലേ? 10 വയസ്സുള്ളപ്പോൾ അല്ല, 84 14 വയസ്സ് ആദ്യത്തെ കാസറ്റ് ഇറങ്ങുന്നത്. 14 വയസ്സ്. അന്നേരം അറിയാമായിരുന്നു ചേച്ചിക്ക് ഇതിന്റെ ഒരു വലിപ്പമൊക്കെ, ഇങ്ങനെ കാസറ്റിൽ പാട്ട് പാടില്ല? എൻ്റെ മനസ്സില് ജാനകി അമ്മ, ദാസേട്ടൻ, ജയനങ്കിള്, വാണിയമ്മ, സുശീലമ്മ, മാധുരിയമ്മ, ഇവരൊക്കെയാണ് പാട്ടുകാർ. നമ്മൾ പാടും, പക്ഷെ നമ്മളെ പാട്ടുകാരെന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലല്ലോ. നമ്മളെ പോലെ നമ്മുടെ കൂടെ ഉള്ളവരും പാടും, അത്രേ ഉള്ളൂ. അതിൽ കവിഞ്ഞൊരു ചിന്തയില്ല. എൻ്റെ ചിന്ത അവരെയൊക്കെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അപ്പൊ ഈ വെയിലടിക്കുമ്പോ റേഡിയോയില് ഈ റെയിൻബോ കളേഴ്സ് വരെ കണ്ടിട്ടുണ്ടോ? ഞാൻ അതൊക്കെ പോയി ഇങ്ങനെ നോക്കും. അതിൻ്റെ ഉള്ളിലായിരിക്കും ഇവരൊക്കെ ഇരിക്കും. ഇത്രയും വലിയ ആൾക്കാർ എങ്ങനെ ഇതിലിരിക്കും? ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ചിന്തകളുള്ള ഒരാൾ അല്ലെന്നേ, അത്രയും അത് ക്വാളിറ്റി ഇല്ല, അത്രയും നിഷ്കളങ്കമാണ്. അയ്യോ, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുട്ടിക്കാലം അതാണ്. ഒരുപാട് എനിക്ക് സന്തോഷം തരും അതൊക്കെ ആലോചിക്കുമ്പോൾ. പക്ഷേ ഈ ഇപ്പൊ ചേച്ചി പറഞ്ഞില്ല, ഇത്രയും സന്തോഷിച്ചിരുന്ന ആ കുട്ടിക്കാലത്തിൽ നിന്നും ചേച്ചി പെട്ടെന്ന് പറിച്ച് അതായത് സ്കൂള് കഴിഞ്ഞ് പിന്നെ ജീവിതം സ്റ്റുഡിയോയിലാണ് അല്ലേ? പിന്നെ ഈ 94 നമ്മൾ ശബ്ദം പോകുന്നു എന്ന് പറയുന്ന ആ സമയം വരെയും ചേച്ചി സ്റ്റുഡിയോയിൽ തന്നെയാണ്, രാപകലില്ലാതെ. അപ്പം ചേച്ചിക്ക് തോന്നാറുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഈ മറ്റു കൂടെ ഉള്ളവരൊക്കെ കോളേജിൽ പോകുന്നു? എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തറ 6 ചേർത്തിട്ടുണ്ടല്ലേ? തൊഴുന്നു അവിടെ പോയി തുടങ്ങി ചിരി തുടങ്ങിയിട്ടുണ്ട്. RLV കോളേജിന്റെ ഒരു എന്തിനാ ഒരു പേര് ദോഷം ഉണ്ടാക്കണേ? ചേർന്നു അല്ലേ? ചേർന്നു. അവിടുത്തെ ടീച്ചേഴ്സിന് സാറുമാർക്ക് പോലും വിഷമമാണ്. എന്നെ അവര് കണ്ടിട്ടേ ഇല്ല. സത്യം പറഞ്ഞാല് ഞാൻ ചെല്ലണത് എന്നായിരിക്കുന്ന അവിടെ എന്നാണോ സമരം അന്നായിരിക്കും ഞാനിവിടുന്ന് ബാഗൊക്കെ തൂക്കി ചെല്ലുമ്പോ അവിടുന്ന് സമരം നടന്ന് അവര് ജാഥയായിട്ട് വരണുണ്ടാവും. ഭയങ്കര രസമായിരുന്നു ആ സമയം. അല്ല, അപ്പൊ ചേച്ചിക്ക് ആ സമയമൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്? കാരണം ഫ്രണ്ട്സ് ഒക്കെ കോളേജിൽ പോകുമ്പോൾ ചേച്ചി ഫുൾ ടൈം പാട്ട്. പക്ഷെ അത് വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ ചേച്ചി പ്രശസ്തിയുടെ ഒരു കൊടുമുടിയിൽ തന്നെ നിന്ന്. ആർക്കറിയാം ഇതൊക്കെ, ഈ പ്രശസ്തിയൊക്കെ ആണല്ലേ? അതൊന്നും നമ്മൾ ചിന്തിക്കണില്ല മോളെ. അതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല, ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെ വെറുതെ പറയണാണെന്നേ തോന്നുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ഇതെന്താണ് സംഗതി. അപ്പൊ ഞാൻ ചേച്ചി, എൻ്റെ ഫ്രണ്ട്സ് രമ, മേബിള്, ഇവരെല്ലാം സിംഗേഴ്സാണ്. അങ്ങനെ കുറേ പേരുണ്ട്, 1-2 പേരൊന്നുമല്ല. പിന്നെ സ്റ്റുഡിയോയിൽ എൻ്റെ കൂടെ പാടിയിരുന്ന ഗ്രേസി, ലവ്ലി, ആനി, ലിസമ്മ, അവരൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അവർക്കൊക്കെ അറിയാം ഞാൻ എന്താണെന്ന്. അവരോട് ചോദിച്ചാൽ എന്നിലും നന്നായിട്ട് അവർ പറയും.
പക്ഷെ ഇത്ര കൃത്യമായിട്ട് പേരുകൾ വരെ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ പാടിയ ആൾക്കാരുടെ പേരുകൾ വരെ ഓർത്തിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഞാൻ കാലഘട്ടത്തിൽ പാടി എന്നല്ല അതിനെ പറയണ്ടേ, എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ ജീവിച്ചവരാണ് അവരൊക്കെ. അതാണ്. ഇപ്പം രമയും ഞാനും വല്ലപ്പോഴാണ് കാണാറ്. അവളെയാണ് കൂടുതലും എന്ന് വെച്ചാൽ ക്ലാസ്സിലെ ഫ്രണ്ടാണത്. അപ്പോൾ ക്ലാസ്സിൽ വല്ലപ്പോഴല്ലേ ചെല്ലാറുള്ളൂ. അവരൊക്കെ വളരെ നല്ല സംഗീതജ്ഞരാണ്. അവരൊക്കെ ഇപ്പം മ്യൂസിക് സ്കൂളും ഒക്കെ നടത്തുന്നവരാണ്. എല്ലാവരും നല്ല സിംഗേഴ്സാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ. അപ്പം ഞങ്ങളുടെ വിഷയങ്ങളും എന്തായിരിക്കും? പാട്ട് തന്നെ ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് വേറെ വിഷയങ്ങളില്ല. ആരെ കുറിച്ചോ അല്ലെങ്കിൽ വേറൊരു വിഷയത്തെക്കുറിച്ചോ ഞങ്ങൾക്ക് പാട്ട് സംസാരമില്ല.